ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതിനായിട്ട് 4 വലിയ പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കശുവണ്ടി, ഉണക്കമുന്തിരി, 1 കപ്പ് തേങ്ങ ചിരവിയത്. ഇനി എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതിനായിട്ട് പഴം തൊലി കളഞ്ഞ് കത്തി കൊണ്ട് ഒരു പോക്കറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി എല്ലാ പഴത്തിനും ഇതുപോലെ പോക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാത്തിനും നമ്മളിപ്പോൾ പോക്കറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് RKG ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് നല്ല പോലെ ഇളക്കുന്നു. അതൊരു നേരിയ ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നു. ഇനി ഈ തേങ്ങ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് പാകമാക്കുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ചേർക്കാം. നല്ല ജീരകം പൊടിച്ചതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോ പഴം അതിലേക്ക് ഇട്ടിട്ട് പാകത്തിന് പൊരിച്ചെടുക്കാം. നേരിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. തിരിച്ച് ഇപ്പോൾ നമ്മളുടെ ഇത് ഇവിടെ പാകമായിട്ടുണ്ട് പഴം. ഇനി ഇത് തണുത്തിട്ടുണ്ട് ഫില്ലിങ്. അപ്പോൾ നമുക്കത് നിറച്ച് കൊടുക്കാം. ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ ഹോൾസിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. പോക്കറ്റിലേക്ക് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ പഴങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.